കരയുമ്പോൾ കൂടെ കരയാൻ 6-7 പേർ വരും. കുടുങ്ങുമ്പോൾ കൂടെ കൊടുങ്ങാൻ ടീച്ചറിനാരുമില്ല. ടീച്ചറിനാരുമില്ല. എന്ത് പറ്റി തോമസേ? ഇന്നത്തെ കണ്ടില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം കണ്ടത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെന്ന് പോലീസ് പറയുകയാണ്. ബെസ്റ്റ്. അയ്യോ, ആരും കുറ്റപ്പെടുത്തല്ലേ. വോട്ടിറക്കാൻ ഇറങ്ങുന്ന നേരത്ത് ഒഴികെ വർഗീയത തുലയട്ടെ എന്നല്ലേ പ്രസ്ഥാനം എപ്പോഴും ഊന്നി ഊന്നി പറയുന്നത് അല്ലേ? വർഗീയത നട്ട് വിളവെടുക്കുമ്പോഴും പിതുമ്പിക്കരഞ്ഞ ടീച്ചറമ്മയെ ആരും ഈ അവസരത്തിൽ വിസ്മരിക്കരുത്. ഏതായാലും ഒന്നുകൂടെ വൃത്തിയായിട്ട് ഏങ്ങലടിച്ച് കരയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 25 2:15 റെഡ് എൻകൗണ്ടർ, 2:34 റെഡ് ബറ്റാലിയൻ, 3 മണിക്ക് അമ്പാടി മുഖസഖാക്കൾ, 8:30 മണിക്ക് പോരാളി ഷാജി. ഒന്നിനു പിറകെ ഒന്നായി കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ബറ്റാലിയൻ കണക്കിന് പോരാളികളെ ഇറക്കി നെറികെട്ട കളി കളിക്കാനുള്ള തൊലിയുറപ്പിന് 100 പൊളപ്പൻ അഭിവാദ്യങ്ങളും പോരാ. നാശിപ്പിച്ചില്ലേ? അയ്യോ, ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഈ മതസ്പർദ്ധ വളർത്തുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ക്രീൻഷോട്ട് എന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. മതസ്പർദ്ധയോ? അതെന്താന്ന് പോലും അറിയാത്തവരാണ് സാറന്മാരെ. മാർക്ക് സക്കർബർഗിനെയും മെറ്റയും വേണ്ടി വന്ന കോടതി കയറ്റും കേട്ടോ. ക്യാപ്സ്യൂളൊന്ന് ഇറങ്ങിക്കോട്ടെ, എല്ലാത്തിനും തീറ്റിക്കും, നോക്കിക്കോ. അന്വേഷണ പുരോഗതിയോടെ ഈ അന്വേഷണം അവസാനിച്ചിരിക്കുന്നു എന്ന അനൗൺസ്മെന്റും ഉടനെ പ്രതീക്ഷിക്കാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ ഞാനും എന്റെ സേനയും ഏതു നിമിഷവും നിങ്ങൾക്ക് സഹായം. ഇത് നേരത്തെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു, വടകരയിലെയും ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതറിയാത്തതായി ആകെ 2 പേരേ ഉള്ളൂ. അത് നിങ്ങൾ 3 പേരാ. അമ്മൊന്നും ഞാൻ കണ്ടില്ല, എന്നെ തെറ്റിപ്പോയി. മനസ്സിലാകാത്തവരായി ഒരു 3-4 പേരെ ആകെ മൊത്തം കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പരട്ടച്ചങ്ക്, ഇന്ന് നാവടക്കിന്റെ ദിവസമാണല്ലോ, അല്ല ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്ത് പോക്രിത്തരവും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഏറെക്കുറെ സ്നേഹവും ബഹുമാനവും തോന്നി വോട്ട് കൊടുക്കാൻ തയ്യാറുള്ള ബോധവാന്മാരെ അവർക്ക് കിട്ടാത്ത സ്ഥിതിക്ക് ഇമാതിരി കിണുതാപ്പ് കാണിച്ച് 4 വോട്ട് മറിക്കലല്ലേ രക്ഷയുള്ളൂ. റഹീമണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തെ പറ്റി ആധികാരികമായി സംസാരിച്ചേനെ. എന്താ ഉറക്കം വരുന്നു. കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ ശൈലജ എന്ന് പറയുന്ന രാഷ്ട്രീയ കപടനാട്യക്കാരി എന്ന് അവരെ വിശേഷിപ്പിക്കേണ്ടി വരുന്നതിൽ വലിയ ഖേദമുണ്ട്. പക്ഷെ അത് അങ്ങനെയാണ് എന്ന് ഇപ്പോൾ കേരളത്തിന് ബോധ്യമായിരിക്കുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ലോകം ആദരിക്കുന്ന ടീച്ചറമ്മയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉറുമ്പ് കടിക്കും കേട്ടോ അണ്ണാ നിങ്ങളെ. കണ്ണീരുണ്ടല്ലോ അന്നത്തെ ബാക്കി സ്റ്റോക്ക് ഇരിക്കുക, ഇവിടെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കളയും. 2 സഹതാപ വോട്ടിന് വേണ്ടി ഒന്ന് ചുണ്ട് പൊളുത്തിയതിന് ഇത്രയും ശിക്ഷയോ? പാവം ടീച്ചർ. ഇത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു വർഗീയ കലാപത്തിന്റെ ആഹ്വാനമാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള വർഗീയമായ കലാപത്തിന് ഇടവരുത്തുന്ന തരത്തിലുള്ള ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഹേയ്, അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് റാലി നടത്തിയതിന് പിന്നിൽ എന്തെങ്കിലും പ്രീണനം ഉണ്ടായിരുന്നോ? വർഗീയത എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുമെന്നല്ലാതെ ഇവിടെ ഒരു വർഗീയ കലാപം ഒന്നും ഉണ്ടാക്കാൻ സത്യമായിട്ടും അവർ ശ്രമിക്കത്തില്ല. സത്യം. മുഖ്യമന്ത്രിക്കെതിരെ വളരെ രാഷ്ട്രീയമായ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും കലാപാഹ്വാനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കേരള പോലീസ് കേസെടുക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ?
ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അതങ്ങനെ വേണമല്ലോ. മുഖ്യമന്ത്രിക്കായി എഴുതപ്പെട്ട നിയമങ്ങൾ എന്നൊരു അപ്ഡേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? മൈക്കിനെ വരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. സർക്കാരിനെതിരെ മിണ്ടിയ സെക്കൻഡ് കൊണ്ട് പോക്കും. മുദ്രാവാക്യം വിളിച്ച അത് വധശ്രമമാണ്. പക്ഷെ ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾക്ക് കേസെടുക്കാൻ ഇവിടെ വകുപ്പില്ല. എല്ലാം കാരണാഭൂതമായ. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ?